അങ്ങനെ ഞങ്ങളുടെ ഡാൻസ് കോമ്പറ്റീഷൻ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ താഴോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഡാൻസ് പെർഫോമൻസിൻ്റെ വീഡിയോ ഞാൻ താഴെ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും കയറി കാണാം. അപ്പോൾ കേട്ടല്ലോ, ഞങ്ങൾക്ക് 3rd പ്രൈസാണ്. അപ്പോൾ സർട്ടിഫിക്കറ്റ്സും 5000 രൂപ ക്യാഷ് പ്രൈസും ആണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ഇത്രയും ദിവസം കഷ്ടപ്പെട്ടതിൻ്റെ റിസൾട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. 5000 രൂപ ഈ കവറിലുണ്ട്. അപ്പോൾ ഞങ്ങൾ എണ്ണി നോക്കാൻ പോവാണ്. അപ്പോൾ ഇനി നമ്മളെ പറ്റിച്ചിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയണമല്ലോ. അതാണ് ഞാൻ അപ്പോൾ തന്നെ നമ്മുടെ കവറെല്ലാം പൊട്ടിച്ച് ഞാൻ പൈസ എല്ലാം കൃത്യമായിട്ട് എണ്ണി നോക്കി എല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുത്തു. നമ്മൾക്ക് അവിടെ കുറച്ച് പാട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കാറിൽ കയറി പോവാണ്. മഞ്ജിമയും നീതു ഞങ്ങളൂടെ വന്നില്ല. അങ്ങനെ നമ്മൾ ഗോപികയുടെ വീട്ടിലെത്തി, ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത്. അപ്പം ഗോപികയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഭയങ്കര പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്പോട്ടുണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ ആ സ്പോട്ടിലോട്ട് പോവുകയാണ്. ജസ്റ്റ് വീടിൻ്റെ തൊട്ട് ഫ്രണ്ട് അതാ കണ്ടോ. അപ്പം നമ്മുടെ പ്രകൃതി രമണീയമായ സ്ഥലവും കായലൊക്കെ കണ്ടപ്പോൾ അഫ്നാന് ഡാൻസ് കളിക്കണം. ഞാൻ പിന്നെ ഉറക്കത്തിൻ്റെ ആളായതുകൊണ്ട് അവിടെ ഒരു നെറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനകത്ത് കയറി കിടന്നു. ഞാനിങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ഞാനിങ്ങനെ എൻജോയ് ചെയ്ത് പീസ്ഫുള്ളായിട്ട് ഇരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സെറ്റപ്പിൽ കിടക്കുന്നത്. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് പക്ഷേ ആരും ഇല്ല അവിടെ, നമ്മൾ മാത്രമേ ഉള്ളൂ. ജസ്റ്റ് വീടിൻ്റെ ഫ്രണ്ടാണ്, വീടിൻ്റെ ഫ്രണ്ട് കായൽ. നമുക്കൊരു മൊത്തത്തിലൊരു അഡ്വഞ്ചർ പാർക്ക് വൈബാണ് കിട്ടുന്നത്. ഞാൻ കുറേ നാൾക്ക് ശേഷം സമാധാനമായിട്ടിരുന്നൊരു ദിവസമാണ്. ഞാൻ ഇപ്പുറത്ത് അഫ്നാൻ്റെ ഡാൻസ് കാണുന്നു, ഇപ്പുറത്ത് കായൽ, കാറ്റ്, തണൽ, അങ്ങനെ ഞാനിങ്ങനെ ആസ്വദിച്ച് അവിടെ കിടന്നു.